നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെരിയയിലെ അരും കൊലയിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. KV കുഞ്ഞിരാമൻ അടക്കം 4 പേർക്ക് 5 വർഷം തടവ്. വിധിയിൽ തൃപ്തിയില്ലെന്ന് കുടുംബങ്ങൾ. നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക നിമിഷങ്ങൾ. പെരിയ വിധി സ്വാഗതം ചെയ്ത് കോൺഗ്രസ്. വിധി പഠിച്ച ശേഷം തുടർ നടപടിയെന്ന് കെ സുധാകരൻ. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്ന് VD സതീശൻ. മേൽക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് MV ഗോവിന്ദൻ. വിധി അന്തിമമല്ലെന്ന് TP രാമകൃഷ്ണൻ. സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. സ്വർണ്ണക്കപ്പിന് വരവേറ്റ് തിരുവനന്തപുരം. വിദ്യാർത്ഥികളെ കാത്ത് വേദികൾ. പാചകപ്പുര ഉണർന്നു. സ്വാമി സച്ചിദാനന്ദയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ. ഷർട്ട് വിവാദമുയർത്തിയത് പ്രമാണിയാകാനുള്ള ശ്രമമെന്ന് പരിഹാസം. പ്രത്യേകിച്ച് ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു മുഖ്യമന്ത്രി പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. സുകുമാരൻ നായരുടെ പരാമർശത്തിന് ചെന്നിത്തലയുടെ പിന്തുണ. കാലാനുസൃത മാറ്റം വേണമെന്ന് PS പ്രശാന്ത്. പ്രതിഭയുടെ മകനെതിരായ കേസിൽ സജി ചെറിയാന്റെ വിചിത്ര ന്യായീകരണം. പുകവലിക്കുന്നത് മഹാ അപരാധമോ എന്ന് മന്ത്രി. കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോ ഒരു പോ വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. പ്രതിഭ MLA-യുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. UDF-ലെത്താനുള്ള PV അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് തുടക്കത്തിലെ തടസ്സം. ജാഥയിൽ പങ്കെടുക്കേണ്ടെന്ന കോൺഗ്രസ് ലീഗ് നേതാക്കൾ. ഉദ്ഘാടനത്തിനെത്താതെ DCC പ്രസിഡന്റ്. തിരിച്ചടിയല്ലെന്ന് അൻവർ ന്യൂസ് 18നോട്. രോഹിത് ശർമ്മയെ മാറ്റിയിട്ടും സിഡ്നിയിലും ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒന്നാം ഇന്നിംഗ്സ് 185-ന് പുറത്ത് 4 വിക്കറ്റ് വീഴ്ത്തി സ്കോട്ട് ബോളണ്ട്. ഓസീസിന് ഓപ്പണർ ഉസ്മാൻ ഖവാജയെ നഷ്ടമായി. വാർത്തയിലേക്ക് വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം CBI കോടതി വിധിച്ചത്. മുൻ MLA കുഞ്ഞിരാമൻ അടക്കം മറ്റു പ്രതികൾക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പ്രതികരിച്ചു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളും 10-15 പ്രതികളുമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ ഏരിയ സെക്രട്ടറി K മണികണ്ഠനടക്കം മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെന്റ് കിട്ടാൻ പറ്റുന്നത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. പരമാവധി ശിക്ഷ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാര് നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവൂ. കേസിൽ ഉൾപ്പെട്ടിരുന്ന 24 പ്രതികളിൽ 10 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. രാവിലെ വിധി പറയുന്നതിന് തൊട്ടുമുമ്പ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 13 പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടനക്കേസിൽ പോലും ജീവപര്യന്തമാണ് വിധിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കോടതി വിധിക്കെതിരെ പ്രതിഭാഗവും അപ്പീൽ പോകും.
അപ് ടു 3 ഇയേഴ്സ് ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. വൈകാതെ നടപടിയിലേക്ക് പോകും. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും കോടതി വളപ്പിൽ തടിച്ചുകൂടി. ന്യൂസ് 18 കൊച്ചി. കോടതി വിധി കേട്ട് അലമുറയിട്ട കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്കും കഴിഞ്ഞില്ല. വൈകാരിക നിമിഷങ്ങൾക്കാണ് കല്യോട്ടെ സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത്. വിധിയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കാത്തിരിപ്പിനൊടുവിൽ കോടതി വിധി അറിഞ്ഞപ്പോൾ ഹൃദയം പിളർക്കുന്ന വേദനയോടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മകളെ ചേർത്ത് പിടിച്ച് കുടുംബാംഗങ്ങൾ. സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേർന്നവർ നിറകണ്ണുകളോടെ ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായരായി. പ്രതീക്ഷിച്ചത് പരമാവധി ശിക്ഷ, അതുകൊണ്ട് തന്നെ പൂർണ്ണ തൃപ്തിയില്ല. ഇപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കാമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്. വിധി കേൾക്കാൻ കൊച്ചിയിലും കുടുംബാംഗങ്ങളെത്തി. കോടതിക്ക് സമീപം പ്രോസിക്യൂട്ടറുടെ ഓഫീസിലിരുന്ന ശരത് ലാലിന്റെ സഹോദരി അമൃതയും കൃപേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയയും പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു വിധിക്കും ഇവരുടെ നഷ്ടം നികത്താനാവില്ല. വിങ്ങുന്ന ഓർമ്മകളുമായി അസാധാരണ നിയമ പോരാട്ടത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഇവർ. ന്യൂസ് 18 കൊച്ചി, കാസർഗോഡ്. പെരിയ കേസിലെ കോടതി വിധി സ്വാഗതം ചെയ്ത UDF. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്നാണ് നേതാക്കളുടെ പ്രതികരണം. CBI രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. ഇത് അവസാനത്തെ വാക്കല്ലല്ലോ. തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും. മറ്റേത് കേസിനേക്കാൾ ഏറെ വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഞാനത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ ഇരട്ട രാജ്യത്ത് സംഭവമല്ലേ. ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയുധത്തിന് രാഷ്ട്രീയമായിട്ട് പോകുന്നു എന്ന കാര്യം തെളിയിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയത് തന്നെ CBI കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നൊരൊറ്റ കാരണമുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാനത്തെ നമ്മുടെ ഈ അന്വേഷണ വിഭാഗം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ കേസ് മറ്റ് പല കേസുകൾ പോലെ തേച്ചു മായ്ച്ചപ്പെടുമായിരുന്നു. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. നിയമത്തിനും ഇനി നമുക്ക് സമീപിക്കാനുള്ള സന്ദർഭമുണ്ടല്ലോ. അപ്പോൾ അത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. ഉത്തരവാദികളായ ആളുകൾക്ക് കിട്ടേണ്ടുന്ന ഒരു പരമാവധി ശിക്ഷ കിട്ടിയെന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി പറയുവാൻ കഴിയുന്നില്ല. ഫെബ്രുവരി 17, 2019 രാത്രി 7:45 മണി. പെരുങ്കളിയാട്ട ദിനങ്ങൾ കാത്തിരുന്ന പെരിയയ്ക്ക് ആ രാത്രി മറക്കാനാകില്ല. കേരളം കണ്ട അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം. ആ അരുംകൊല ഇന്നും പെരിയയുടെ മനസ്സിലെ മായ്ക്കാനാകാത്ത മുറിവാണ്. ഒരു വിങ്ങലോടെയല്ലാതെ കേരളത്തിന് ഓർക്കാൻ കഴിയാത്ത 2 മുഖങ്ങൾ. കല്യോട്ടെ കൃപേഷും ശരത് ലാലും. ഒരു നാടിനാകെ പ്രിയപ്പെട്ടവരായിരുന്ന ഇവരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുതള്ളിയവർ. 5 വർഷത്തിനിപ്പുറമാണ് ഇവർക്ക് ശിക്ഷാവിധി. 2019 ഫെബ്രുവരി 17 പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിന് ശേഷം ശരത് ലാലും കൃപേഷും പുറപ്പെടുന്നു. കല്യോട്ട് സ്കൂൾ എച്ചിരടക്കം റോഡിൽ ഇവരുടെ മുന്നിലേക്ക് 8-അംഗ സംഘം ചാടി വീണു. ശരത് ലാലിന്റെ ശരീരം ആസകലം വെട്ടി. കൃപേഷിന്റെ തലയ്ക്ക് വെട്ടേറ്റു. ഇരുവരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അന്വേഷണ നടപടികളും നിയമ പോരാട്ടവുമാണ് കേരളം കണ്ടത്. ഫെബ്രുവരി 18 CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനും
CJ സജിയും അറസ്റ്റിൽ. ഫെബ്രുവരി 21 അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. മാർച്ച് 2 പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ CPM പ്രമുഖരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന ഭയപ്പാടിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ അഴിച്ചുപണി. നീതി നിർവഹിക്കേണ്ടവർ കൊന്നു തള്ളിയവർക്കൊപ്പമെന്ന സംശയം ബലപ്പെട്ടതോടെ ഏപ്രിൽ 1 അഭയം തേടി മാതാപിതാക്കൾ മേൽക്കോടതിയിലേക്ക്. ഇതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മുമ്പെങ്ങുമില്ലാത്ത വേഗത. മെയ് 14 CPM നേതാക്കളായ K. മണികണ്ഠൻ, N. ബാലകൃഷ്ണൻ എന്നിവർ അറസ്റ്റിൽ. മെയ് 20 ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കേസിലാകെ 14 പ്രതികൾ, മുഴുവൻ പേരും CPMുമായി അടുത്ത ബന്ധമുള്ളവർ. സെപ്റ്റംബർ 30 അന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. സർക്കാരിന് തിരിച്ചടി. പ്രതികൾക്കായി നിയമവഴിയിലൂടെ സർക്കാർ നീങ്ങുന്നു. ഒക്ടോബർ 29 ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ നൽകി. എന്നാൽ 2020 ഓഗസ്റ്റ് 25 ഡിവിഷൻ ബെഞ്ചും അപ്പീൽ തള്ളിയതോടെ സർക്കാരിന് വീണ്ടും തിരിച്ചടി. CBI പേടി മാറാതെ സെപ്റ്റംബർ 12 പരമോന്നത കോടതിയിലേക്കെത്തി സർക്കാർ. ഡിസംബർ 1 CBI അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീൽ തള്ളി. 2021 ഡിസംബർ 3 CBI കുറ്റപത്രം നൽകി. ആകെ 24 പ്രതികൾ. 2023 സെപ്റ്റംബർ 2 വിചാരണ ആരംഭിച്ചു. 2024 ഡിസംബർ 28 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നു. ആദ്യം പ്രതികളെ കസ്റ്റഡിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കിക്കൊണ്ടുപോയ പാർട്ടി നേതാക്കളടക്കം പലരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഫോറൻസിക് പരിശോധനകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. CBI അന്വേഷണം ഒഴിവാക്കാൻ 1,14,00,000 പൊതുപണം ചെലവാക്കി. ഒപ്പം നിൽക്കേണ്ട സർക്കാർ എതിർപക്ഷം ചേർന്നപ്പോഴും തളരാതെ നിന്ന് പോരാടി ഈ കുടുംബങ്ങൾ. ഇവർ തരണം ചെയ്തത് മക്കൾ നഷ്ടമായ വേദനയ്ക്കൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സമാനതകളില്ലാത്ത പ്രഹരങ്ങളാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകിയാലും അതിന് പരിഹാരമാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൗമാര കലോത്സവത്തിന് അനന്തപുരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തെത്തി. ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമലയിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ആദ്യ ബാച്ചിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. 12,000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം ഘോഷയാത്ര കലോത്സവ നഗരിയിലെ പ്രധാന വേദിയിലെത്തും. വിവരങ്ങളുമായി അനുശ്രീ ചേരുകയാണ്. അനുശ്രീ, കപ്പ് എത്തിയിരിക്കുന്നു, മത്സരാർത്ഥികളും എത്തിയിരിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, 63ാമത് സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയിലാണ്, സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള പ്രധാന വേദിയിൽ. ഈ വേദിയിലും ഇപ്പോൾ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 പാലുകാച്ചൽ ചടങ്ങ് നടന്നു. അതുപോലെ തന്നെ ഏകദേശം 2 മണിയോടുകൂടി കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള ആദ്യ കുട്ടികളുടെ ബാച്ച് ഇവിടെ എത്തിച്ചേർന്നു. അവർക്കും വലിയ തരത്തിലുള്ള ഒരു ഗംഭീര സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത്. അതുപോലെ തന്നെ നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുക. പ്രധാന വേദിയിൽ ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം നാളത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കപ്പ് അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 25ഓളം വേദികളിൽ 15,000-ഓളം കുട്ടികളായിരിക്കും നാളെ മുതൽ ഇവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കുക. സ്വർണ്ണക്കപ്പ് അല്പസമയത്തിനകം തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. രേണുക, ശരി, അനുശ്രീയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന വേദിയിൽ നിന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവിടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്വർണ്ണക്കപ്പ് എത്തുന്നതിനുള്ള ഒരു കാത്തിരിപ്പാണ് എല്ലാവരിലും കാണാൻ കഴിയുന്നത്. മറ്റൊരിടത്ത് മത്സരാർത്ഥികളുടെ വരവും നടന്നുകൊണ്ടിരിക്കുന്നു. 12,000-ഓളം മത്സരാർത്ഥികളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുര ഉണർന്നു. പുത്തരിക്കണ്ടം മൈതാനത്തെ പാചകപ്പുരയിൽ ആഘോഷമായി തന്നെ പാലുകാച്ചൽ ചടങ്ങും നടന്നു. ഒരു ഗൃഹനാഥന്റെ ഉത്തരവാദിത്വത്തോടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA നേരത്തെ എത്തി. 10:30 വിദ്യാഭ്യാസ മന്ത്രിയും വന്നു. ആദ്യം വാചകം, അത് കഴിഞ്ഞ് പാചകം. സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞ് പാലുകാച്ചൽ. പ്രമേഹം പേടിയുള്ളവരെ പോലും പ്രലോഭിപ്പിക്കുന്ന പഴയിടം സ്പെഷ്യൽ പായസം കുടിക്കാൻ വൻ തിരക്ക്. ചക്കപ്പഴവും ഗോതമ്പും ഒന്നിച്ച പായസത്തിന്റെ അതിമധുരത്തിൽ
ഷുഗറിനോട് വരെ സലാം പറഞ്ഞ് വി ശിവൻകുട്ടി. കഴിച്ച പായസത്തിന് മധുരവും അതിമധുരവുമാണ്. അതിനേക്കാൾ മധുരമായിരിക്കും യുവജനോത്സവം എന്ന് പറയുന്നത്. പഴയടം നമ്പൂതിരി ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ കഴിക്കുന്തോറും ധാരാളം കഴിക്കണമെന്നുള്ള ഒരു ആവേശമാണ്. പക്ഷെ നമ്മുടെ ഒരു ഡയബറ്റിക് രോഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ സമ്മതിച്ചില്ല കഴിക്കാൻ വേണ്ടി. കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ പിന്നെ വരാൻ പറ്റാത്ത സാഹചര്യം ആയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല പായസമായിരുന്നു. നല്ല ഭക്ഷണം കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് വിട്ടിട്ടുള്ളത്. അത് സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വമ്പൻ സംഘവുമായി എത്തിയ പഴയിടത്തിന് പരുമരം വിശാലമായ അടുക്കള. കലോത്സവ പാചകത്തിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ജൂബിലി പായസം വിളമ്പാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. ഇന്ന് കൊടുത്തത് ഗോതമ്പ് ചക്ക കൂടെ കൊടുക്കാം. ചക്കപ്പഴം വരട്ടിട്ട് ഗോതമ്പ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. മന്ദിരം പറയരുത് കേട്ടോ, അതൊക്കെ ഒരു ജൂബിലി പായസം കൊടുക്കാമെന്ന് പറയും. എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം കലോത്സവത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. കാരണം 25 വർഷം തുടർച്ചയായിട്ട് ഒരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നുള്ള ഈശ്വരാധീനം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ച എല്ലാ ആൾക്കാരോടുള്ള പ്രാർത്ഥനയും മാത്രമാണ്. കഴിഞ്ഞ തിരുവനന്തപുരം കലോത്സവത്തിൽ വിദ്യാർത്ഥിയും മത്സരാർത്ഥിയുമായിരുന്ന മേയർക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ കലോത്സവം കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നത്, അവസാനമായി തിരുവനന്തപുരത്ത് കലോത്സവം നടന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയായിരുന്നു. കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. 2025 ആകുമ്പോൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുക. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബാൻഡായിരുന്നു, കാർമൽ ബാൻഡ് മേളമായിരുന്നു. ഹയർ സെക്കൻഡറി ആയ സമയത്ത് കോട്ടൺ ഹില്ലിൽ നാടക മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് പങ്കെടുത്തത്. തീർച്ചയായിട്ടും എല്ലാം റെഡിയാണ്. ഇനി തുടങ്ങാനുള്ള കാത്തിരിപ്പ്. ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ നെല്ലറയായിരുന്നു ഈ പുത്തിരിക്കണ്ടം മൈതാനം. ഇനിയുള്ള 5 ദിനരാത്രങ്ങളിൽ പുത്തിരിക്കണ്ടം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണ വിഭവങ്ങളാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒട്ടാകെ മനസ്സും വയറും നിറയ്ക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ പുതിയ രുചിക്കൂട്ടുകളുമായി പഴയിടം മോഹനൻ നമ്പൂതിരിയും സംഘവും തുടങ്ങിക്കഴിയുന്നു. 100 പേരടങ്ങുന്ന ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം പഴയിടത്തിന്റെ പുതിയ വിഭവങ്ങളെന്ന് നോക്കിക്കാണണം. ക്യാമറമാൻ ഹരി വിതുരയോടൊപ്പം ഹരികൃഷ്ണൻ MS, ന്യൂസ് 18. 63ാമത് കേരള സ്കൂൾ കലോത്സവമാണ് അനന്തപുരിയിൽ പുരോഗമിക്കുന്നത്. ഒട്ടനവധി അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. അടുത്ത സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി വിവാദത്തിൽ. കഴിഞ്ഞ കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ പ്രതിഷേധിച്ച് അലങ്കോലമുണ്ടാക്കിയതിനുള്ള നടപടി പുതിയ കായിക താരങ്ങളുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ആക്ഷേപം. അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ തിരുത്തുമെന്ന് ഞാൻ പറയുകയാണ്. നവംബറിൽ നടന്ന കായികമേളയിൽ സ്കൂളുകളുടെ വിഭാഗത്തിൽ 80 പോയിന്റോടെ ഒന്നാമതെത്തിയത് ഐഡിയൽ EHSS ആണ്. ഔദ്യോഗിക പോയിന്റ് ടേബിളിൽ 44 പോയിന്റോടെ തിരുനാവായ നാവാമുകുന്ദ HSSും 43 പോയിന്റോടെ കോതമംഗലം മാർ ബേസിലുമായിരുന്നു 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. എന്നാൽ 2ാം സ്ഥാനം നൽകിയത് തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിന്. ഇത് ചോദ്യം ചെയ്ത പ്രതിഷേധമാണ് സംഘർഷത്തിനും ഇപ്പോൾ നടപടിക്കും കാരണം. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ നടപടി പ്രഖ്യാപിച്ചത്. കായിക താരങ്ങളുടെ അവസരം നിഷേധിക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കായിക മേഖലയിൽ നിന്നും ഉയരുന്നത്. ഈ നടപടി ഒട്ടും ശരിയായതല്ല. അല്ലാതെ പുനർപരിശോധിച്ച് അതിനെ പിള്ളേർക്ക് വീണ്ടും എല്ലാ വർഷങ്ങളിലും തുടരെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാർ ബേസിൽ മാനേജ്മെന്റ്. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾ അതിന് അഭിപ്രായം പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുമോ? പാടില്ല എന്നോ പാടുണ്ടെന്നോ പറയാൻ പറ്റുമോ? സർക്കാരിന്റെ തീരുമാനം എടുത്തേക്കണേ. എന്നെ ഇതുവരെ ഇല്ല, ഞാനും വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കായികമേളയ്ക്ക് ശേഷം നടന്ന സ്കൂൾ കലോത്സവങ്ങളിലും ചില സ്കൂളുകൾ കുട്ടികളെ മുൻനിർത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് കായികമേളയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയത്. സ്കൂളുകൾ അപ്പീൽ നൽകിയാൽ ശിക്ഷ കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഷർട്ട് വിഷയത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയ്ക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വാമി സച്ചിദാനന്ദ യോഗത്തിൽ പ്രമാണിയാകാൻ പറഞ്ഞതാണെന്നും അതിൽ കാര്യമില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം.
ശിവഗിരി മഠവും NSSും തമ്മിൽ തർക്കമുണ്ടായാൽ സ്വാഭാവികമായും മഠത്തിന്റെ പക്ഷം നിൽക്കേണ്ടയാളാണ് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി. എന്നാൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. പ്രത്യേകിച്ച് ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. സ്വാമി സച്ചിദാനന്ദയെ അയാളെന്ന് G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ച അടക്കമുള്ള വിഷയങ്ങളിലും പ്രതികരിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതോടെ പ്രശ്നം അവസാനിച്ചു എന്ന മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. SNDPക്ക് ഒന്നും തോന്നിട്ടില്ല. മഴക്കാരെന്ന് പറഞ്ഞ് അതിന് മറുപടി സുകുമാരൻ നായർ പറഞ്ഞു. അതിന് മറുപടി മഠവും പറഞ്ഞു. SNDPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. അതിനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് SNDPയോ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു മൊത്തം വാർത്തയല്ല, അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ്. BJPയും CPMും നേർക്കുനേർ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മ വിവാദത്തിലും സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു വെള്ളാപ്പള്ളി. എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു പണ്ഡിതനാണ്. കൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന പച്ച വരുന്നതാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യും. ഈ പാവം പിടിച്ച ഒരു സമുദായത്തിൻ്റെ നേതാവിനോട് ചോദിക്കും ഒരു കാര്യം, അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും. വെള്ളാപ്പള്ളിയുടെ നിലപാടിൽ ശിവഗിരി മഠത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഷർട്ട് വിവാദത്തിൽ NSS നിലപാടിനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും K. മുരളീധരനും. ശിവഗിരി മഠം NSS തർക്കത്തിൽ ഇരുവിഭാഗത്തെയും പരാമർശിക്കാതെയായിരുന്നു പ്രതികരണം. എന്നാൽ ക്ഷേത്രങ്ങളിൽ കയറാൻ ഉടുപ്പൂരണമെന്ന നിബന്ധനയിൽ കാലാനുസൃത പരിഷ്കാരം വേണമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ട് മുണ്ടിവിടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റു ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ്. അദ്ദേഹം ഒന്ന് ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിഷ്കർഷിക്കുകയോ നിർദ്ദേശിക്കുകയോ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലഭേദങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടും. പക്ഷെ അത് ഒരു ആരോഗ്യപരമായ സംവേദനത്തിലൂടെയും ചർച്ചയിലൂടെയും ആയിരിക്കും. PV അൻവറിന്റെ UDF പ്രവേശന നീക്കത്തിൽ അനിശ്ചിതത്വം. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ അൻവർ പ്രഖ്യാപിച്ച ജനകീയ യാത്രയിൽ നിന്ന് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെ UDF നേതാക്കൾ പിന്മാറി. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് PV അൻവർ MLA വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരായ ജനകീയ യാത്ര പ്രഖ്യാപിച്ചത്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കാസിം, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയവർ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലും സമാപന സമ്മേളനത്തിൽ MP ET മുഹമ്മദ് ബഷീറും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ വിഷയത്തിലെ നിലപാട് UDFന് സ്വീകാര്യമാണെങ്കിലും ഇപ്പോൾ യാത്രയുമായി സഹകരിക്കേണ്ടതില്ല എന്ന വിലയിരുത്തലാണ് UDF നേതൃത്വത്തിനുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ വ്യക്തമാക്കി. അത് പറഞ്ഞു, ഇയാളൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാത്തത്തോളം കാലം നമുക്ക് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല, UDFിനും പങ്കെടുക്കാൻ പറ്റില്ല, കോൺഗ്രസിനും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പോകുന്നില്ല എന്ന് വെച്ചത്, മറന്നല്ല. ഇല്ല, ആരും പങ്കെടുക്കില്ല. ജനകീയ യാത്രയിലൂടെ UDFിലേക്കുള്ള തന്റെ കടന്നുവരവ് എളുപ്പത്തിലാക്കാമെന്ന അൻവറിന്റെ കണക്കുകൂട്ടലാണ് പാളിയത്. അൻവറുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു. അതിനെക്കുറിച്ച് ഒരു ആലോചന പാർട്ടി ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് അത് പാർട്ടി തലത്തിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം. ഏതായാലും KPC പ്രസിഡന്റ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തന്റേത് ഒരു രാഷ്ട്രീയ യാത്രയല്ലെന്ന് PV അൻവർ വിശദീകരിക്കുമ്പോഴും UDF നേതാക്കൾ പിന്മാറുന്നത് രാഷ്ട്രീയമായി അൻവറിന് തിരിച്ചടിയാണ്. നമ്മളിതൊരു ജനകീയ യാത്രയാണ്. ഈ വിഷയം ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. നേതൃത്വം ഒക്കെ കാണേണ്ടത് ഇത് അത്രയും ജനകീയമായിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ സഹകരിക്കണ്ടേ എന്നുള്ളത് ആലോചിക്കേണ്ടത് ആ ലീഡർഷിപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാന BJPയിൽ കലാപം ഒടുങ്ങുന്നില്ല. നടക്കാനിരിക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വരണാധികാരി നാരായണൻ നമ്പൂതിരിക്കെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രവർത്തകർ തടഞ്ഞുവച്ചിരുന്നു.
മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിലെ തർക്കമാണ് നിലവിലെ പോരിന് കാരണം. പല ജില്ലകളിലും മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുവെന്നാണ് പ്രധാന പരാതി. പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്ന തീരുമാനം ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കമാണെന്നാണ് എതിർചേരി ആരോപിക്കുന്നത്. സജീവ പ്രവർത്തകർക്ക് മത്സരിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിയെന്നും കൃഷ്ണദാസ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. വരണാധികാരിയായ നാരായണൻ നമ്പൂതിരിക്കെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവെച്ചിരുന്നു. ഏകപക്ഷീയമാണ് തെരഞ്ഞെടുപ്പ് നടപടികളെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കേന്ദ്ര നിരീക്ഷകൻ നേരത്തെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ കെ സുരേന്ദ്രൻ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് അയക്കുമെന്ന സൂചനയുണ്ടായതിനെ തുടർന്ന് കൃഷ്ണദാസ് വിഭാഗം ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പുകവലിയെ ന്യായീകരിച്ചും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും മന്ത്രി സജി ചെറിയാൻ. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താൻ പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് മന്ത്രി ചോദിച്ചു. കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതാണ്. വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാലും വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകിടക്കുന്ന വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാൻ ശീലമാണ്. പുക വലിച്ച് FIR എഴുതി. ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്നവരല്ല ഓരോരുത്തരും അവരോട് കാണിച്ച പണിയെല്ലാം കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പോ വലിച്ച അതിനെന്താ. അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി നടൻ മമ്മൂട്ടി. MTയുടെ മരണസമയത്ത് അസർബൈജാനിൽ സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു മമ്മൂട്ടി. MTയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചിരുന്നില്ല. വിദേശത്തെ സിനിമാ ചിത്രീകരണത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ മമ്മൂട്ടി ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് MTയുടെ വസതിയായ സിത്താരയിൽ എത്തിയത്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് 15 മിനിറ്റോളം ചിലവഴിച്ചാണ് താരം മടങ്ങിയത്. MTയെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വന്നതെന്ന് മമ്മൂട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പോയിട്ട് 10 ദിവസമായി, മറക്കാത്തതുകൊണ്ടല്ലേ വന്നത്. സിനിമാ ചിത്രീകരണ തിരക്കിനിടെ MTയെ ഒരു നോക്ക് കാണാനായി നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അസർബൈജാനിലെ വിമാന ദുരന്തത്തെ തുടർന്ന് മമ്മൂട്ടിക്ക് നാട്ടിലെത്താൻ സാധിക്കാതെ വരികയായിരുന്നു. നടൻ രമേശ് പിഷാരടിയും മമ്മൂട്ടിക്കൊപ്പമുണ്ടായിരുന്നു. MTയുടെ മരണത്തെ തുടർന്ന് മമ്മൂട്ടി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വടക്കൻ വീരകഥ, പഴശ്ശിരാജ, സുഹൃതം എന്നിവയടക്കം MTയുടെ നിരവധി കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്. സ്പോർട്സ് വാർത്തയിലേക്ക്. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 185 റൺസിന് അവസാനിച്ചു. 40 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഓസ്ട്രേലിയയ്ക്കായി ബോളണ്ട് 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സ്റ്റാർക്ക് 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റ് നഷ്ടമായി. ഒന്നാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ് ഓസീസ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7230 രൂപ, പവൻ 57,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5995 രൂപ, പവന് 47,960 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.